ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആര്യാസ് ലേണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 9ാമത്തെ ചാപ്റ്ററാണ് ചേർക്കാം പിരിക്കാം. ഒന്നാമത്തെ ചോദ്യം, ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണിക അറിയപ്പെടുന്നത് എന്താണ്? ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണിക അറിയപ്പെടുന്നതാണ് തന്മാത്ര. അടുത്ത ചോദ്യം, ഒരു പദാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള തന്മാത്രകൾ മാത്രമാണ് കാണുന്നതെങ്കിൽ ആ പദാർത്ഥം ശുദ്ധ പദാർത്ഥമാണ്. ഒരു പദാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള തന്മാത്രകൾ മാത്രമാണ് കാണുന്നതെങ്കിൽ ആ പദാർത്ഥം ശുദ്ധ പദാർത്ഥമാണ്. ഒന്നിൽ കൂടുതൽ ഇനം തന്മാത്രകൾ അടങ്ങിയിട്ടുള്ള പദാർത്ഥമാണ് മിശ്രിതം. ഒന്നിൽ കൂടുതൽ ഇനം തന്മാത്രകൾ അടങ്ങിയിട്ടുള്ള പദാർത്ഥത്തിന് എന്ത് പറയുന്നു? മിശ്രിതം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ് തന്മാത്ര എന്നാണ്. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണിക അറിയപ്പെടുന്നതാണ് തന്മാത്ര. പിന്നെ ഒരു പദാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള തന്മാത്രകൾ മാത്രമാണ് കാണുന്നതെങ്കിൽ ആ പദാർത്ഥം ശുദ്ധ പദാർത്ഥമാണ്. ഒന്നിൽ കൂടുതൽ ഇനം തന്മാത്രകൾ അടങ്ങിയിട്ടുള്ള പദാർത്ഥമാണെങ്കിലോ അത് മിശ്രിതമെന്നറിയുന്നു. ഓക്കെ, അടുത്ത ചോദ്യം, ശുദ്ധ പദാർത്ഥത്തിന് ഉദാഹരണം. ശുദ്ധ പദാർത്ഥത്തിന് ഉദാഹരണമാണ് മെർക്കുറി, ഇരുമ്പ്, കോപ്പർ സൾഫേറ്റ്. മെർക്കുറി, ഇരുമ്പ്, കോപ്പർ സൾഫേറ്റ്. അപ്പോൾ ശുദ്ധ പദാർത്ഥത്തിന് ഉദാഹരണം മെർക്കുറി, ഇരുമ്പ്, കോപ്പർ സൾഫേറ്റ്. ഇനി സോഡ മിശ്രിതത്തിന് ഉദാഹരണമാണ് സോഡ. ഓക്കെ, സോഡ മിശ്രിതത്തിന് ഉദാഹരണമാണ് സോഡ. അടുത്തൊരു പ്രസ്താവനയാണത്, ശരിയോ തെറ്റോ നോക്കാം. വായു ഒരു ശുദ്ധ പദാർത്ഥമാണ്. ശരിയാണോ തെറ്റാണോ? തെറ്റാണ് അല്ലേ? വായു ഒരു ശുദ്ധ പദാർത്ഥമാണോ? അല്ല, വായു ഒരു ശുദ്ധ പദാർത്ഥം അല്ല. വായു എന്താണ്? ഒരു മിശ്രിതമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു പദാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള തന്മാത്രകൾ മാത്രമാണ് കാണുന്നതെങ്കിൽ ആ പദാർത്ഥം ശുദ്ധ പദാർത്ഥമാണ്. ഒന്നിൽ കൂടുതൽ ഇനം തന്മാത്രകൾ അടങ്ങിയിട്ടുള്ള പദാർത്ഥമാണെങ്കിൽ അത് മിശ്രിതമാണ്. അപ്പോൾ ശുദ്ധ പദാർത്ഥത്തിന് ഉദാഹരണം പറഞ്ഞതാണ് മെർക്കുറി, ഇരുമ്പ്, കോപ്പർ സൾഫേറ്റ്. ഇനി സോഡ എന്ന് പറഞ്ഞാൽ എന്തിന് ഉദാഹരണമാണ്? സോഡ മിശ്രിതത്തിന് ഉദാഹരണമാണ് സോഡ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ പറഞ്ഞു വായു. വായു എന്താണ്? ഒരു ശുദ്ധ പദാർത്ഥമാണോ? അല്ല, വായു ഒരു മിശ്രിതമാണ്. അടുത്ത ചോദ്യം, ഒരു മിശ്രിതത്തിൻ്റെ എല്ലാ ഭാഗവും ഒരേ ഗുണം കാണിക്കുകയാണെങ്കിൽ അത്തരം മിശ്രിതമാണ് ഏകാത്മക മിശ്രിതം. ഒരു മിശ്രിതത്തിൻ്റെ എല്ലാ ഭാഗവും ഒരേ ഗുണം കാണിക്കുകയാണെങ്കിൽ അത്തരം മിശ്രിതമാണ് ഏകാത്മക മിശ്രിതം. ഇനി ഏകാത്മക മിശ്രിതത്തിന് ഉദാഹരണമാണ് നാരങ്ങാവെള്ളം. ഓക്കെ, അപ്പോൾ ഒരു മിശ്രിതത്തിൻ്റെ എല്ലാ ഭാഗവും ഒരേ ഗുണം കാണിക്കുകയാണെങ്കിൽ അത്തരം മിശ്രിതമാണ് ഏകാത്മക മിശ്രിതം. ഏകാത്മക മിശ്രിതത്തിന് ഉദാഹരണമാണ് നാരങ്ങാവെള്ളം. അടുത്ത ചോദ്യം, ഒരു മിശ്രിതത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ വ്യത്യസ്ത ഗുണങ്ങൾ കാണിക്കുകയാണെങ്കിൽ അവയെ ഭിന്നാത്മക മിശ്രിതം എന്ന് പറയുന്നു. ഒരു മിശ്രിതത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ വ്യത്യസ്ത ഗുണങ്ങൾ കാണിക്കുകയാണെങ്കിൽ അവയെ പറയുന്നത് എന്താണ്? ഭിന്നാത്മക മിശ്രിതം. ഭിന്നാത്മക മിശ്രിതത്തിന് ഉദാഹരണമാണ് ചോക്കുപൊടി, ചോക്കുപൊടി വെള്ളം. ഓക്കെ, ഭിന്നാത്മക മിശ്രിതത്തിന് ഉദാഹരണമാണ് ചോക്കുപൊടി വെള്ളം. ഇനി ഡാഷ് മിശ്രിതത്തിന് ഉദാഹരണമാണ് പഞ്ചസാര ലായനി. ഏതാണ്? പഞ്ചസാര ലായനി ഏത് മിശ്രിതത്തിന് ഉദാഹരണമാണ്? ഏകാത്മക മിശ്രിതമാണ്. പഞ്ചസാര ലായനി ഏകാത്മക മിശ്രിതമാണ്. ഒരു ഖരവസ്തു ഖരത്തിൽ ലയിച്ചതിന് ഉദാഹരണം ഏതാണ്? ഒരു ഖരവസ്തു ഖരത്തിൽ ലയിച്ചതിന് ഉദാഹരണമാണ് ബ്രാസ്. ഏതാണ്? ബ്രാസ്. ഒരു ഖരവസ്തു ഖരത്തിൽ ലയിച്ചതിന് ഉദാഹരണമാണ് ബ്രാസ്. ഒരു മിശ്രിതത്തിലെ ഘടകവസ്തുക്കളെ അടിയിച്ച് മുകൾ ഭാഗത്തുള്ള ദ്രാവകത്തെ ഊറ്റിയെടുക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് തെളിയൂറ്റൽ. എന്താണ്? തെളിയൂറ്റൽ. ഒരു മിശ്രിതത്തിലെ ഘടകവസ്തുക്കളെ അടിയിച്ച് മുകൾ ഭാഗത്തുള്ള ദ്രാവകത്തെ ഊറ്റിയെടുക്കുന്ന പ്രക്രിയയാണ് തെളിയൂറ്റൽ. അടുത്ത ചോദ്യം, ഒരു ദ്രാവകം താപം സ്വീകരിച്ച് അതിൻ്റെ ബാഷ്പമായി മാറുന്ന പ്രവർത്തനമാണ് ബാഷ്പീകരണം. ഒരു ദ്രാവകം താപം സ്വീകരിച്ച് അതിൻ്റെ ബാഷ്പമായി മാറുന്ന പ്രവർത്തനമാണ് ബാഷ്പീകരണം. അടുത്ത ചോദ്യം, ഒരു മിശ്രിതത്തിലെ ഘടകപദാർത്ഥങ്ങളെ അരിപ്പ ഉപയോഗിച്ച് വേർതിരിക്കുന്ന രീതിയാണ് അരിക്കൽ. ഒരു മിശ്രിതത്തിലെ ഘടകപദാർത്ഥങ്ങളെ അരിപ്പ ഉപയോഗിച്ച് വേർതിരിക്കുന്ന രീതി ഏതാണ്? അരിക്കൽ. ഇനി
ഓരോ പദാർത്ഥത്തിലും ഏതൊക്കെ തന്മാത്രകൾ അല്ലെങ്കിൽ അടങ്ങിയിട്ടുള്ള തന്മാത്രകൾ ഏതൊക്കെയെന്നാണ് പറയുന്നത്. ഓക്കെ, സോഡ ആദ്യം പദാർത്ഥം പറയാം, പിന്നെ അടങ്ങിയിട്ടുള്ള തന്മാത്രകൾ പറയാം. അപ്പോൾ പദാർത്ഥം സോഡയാണ്. ഓക്കെ, അപ്പോൾ സോഡയിൽ അതിലടങ്ങിയിട്ടുള്ള തന്മാത്രകൾ ഏതൊക്കെയാണ്? ജലം, കാർബൺ ഡൈ ഓക്സൈഡ്. സോഡയിലുള്ള തന്മാത്രകൾ ഏതൊക്കെയാണ്? ജലം, കാർബൺ ഡൈ ഓക്സൈഡ്. ഇനി വായു നമ്മൾ പറഞ്ഞു മിശ്രിതമാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ വായുവിൽ ഏതൊക്കെയാണുള്ളത്? തന്മാത്രകൾ ഏതൊക്കെയാണുള്ളത്? നൈട്രജൻ, ഓക്സിജൻ, ജലകണങ്ങൾ, കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ വായുവിൽ എന്തൊക്കെയുണ്ട്? നൈട്രജൻ, ഓക്സിജൻ, ജലകണങ്ങൾ, കാർബൺ ഡൈ ഓക്സൈഡ്. പിന്നെ മെർക്കുറി അഥവാ രസം, അതിലെ തന്മാത്ര ഏതേ ഉള്ളൂ? മെർക്കുറി മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മൾ പറഞ്ഞു ഏകാത്മകം എന്ന് പറഞ്ഞില്ലേ. അടുത്ത് ഇരുമ്പിലാണെങ്കിൽ ഇരുമ്പ് തന്നെയേ ഉള്ളൂ. കോപ്പർ സൾഫേറ്റ് അഥവാ തുരിശിൽ കോപ്പർ സൾഫേറ്റ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ സോഡയിലാണെങ്കിൽ ജലവും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ട്. വായുവിലാണെങ്കിൽ നൈട്രജൻ, ഓക്സിജൻ, ജലകണങ്ങൾ, കാർബൺ ഡൈ ഓക്സൈഡ്, ഇത്രയാണുള്ളത്. ഓക്കെ, ഇനി ലായനിയാണ്. ബ്രാസ് എന്ന് പറയുന്ന അഥവാ പിച്ചള, ഈ പറയുന്ന ലായനിയിൽ ഉൾപ്പെട്ട വസ്തുക്കളാണ് സിങ്കും കോപ്പറും. ബ്രാസിൽ എന്തൊക്കെയുണ്ട്? സിങ്ക്, കോപ്പർ. ഇനി ഗ്ലിസറിൻ വെള്ളത്തിൽ ലയിച്ചത്, ഒരു ലായനിയാണ് ഗ്ലിസറിൻ വെള്ളത്തിൽ ലയിച്ചത്. അതിലെന്തൊക്കെ വസ്തുക്കളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്? ഗ്ലിസറിനും ജലവും. ഗ്ലിസറിൻ വെള്ളത്തിൽ ലയിച്ചതിലുള്ളത് ഗ്ലിസറിനും ജലവുമാണ്. ഇനി സോഡ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ജലവും കാർബൺ ഡൈ ഓക്സൈഡും. ഇനി ശുദ്ധപദാർത്ഥങ്ങൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞത് കുറച്ചുകൂടി കൂടുതൽ ഉദാഹരണങ്ങളുണ്ട്. കറിയുപ്പ്, അപ്പക്കാരം, ഓക്സിജൻ, അലുമിനിയം, കോപ്പർ, വെള്ളി, ഗ്ലിസറിൻ, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, തുരിശ്. ഇതൊക്കെ എന്താണ്? ശുദ്ധപദാർത്ഥങ്ങളാണ്. ഏതൊക്കെയാണ്? കറിയുപ്പ്, അപ്പക്കാരം, ഓക്സിജൻ, അലുമിനിയം, കോപ്പർ, വെള്ളി, ഗ്ലിസറിൻ, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, തുരിശ്. ഇതൊക്കെ എന്താണ്? ശുദ്ധപദാർത്ഥങ്ങളാണ്. ജലം എന്താണ്? ജലം ഒരു ശുദ്ധപദാർത്ഥമാണ്. ജലം ഒരു ശുദ്ധപദാർത്ഥമാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നത് എന്താണ്? ലായനി. ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് ലായനി. എല്ലാ ലായനികളും ഏകാത്മക മിശ്രിതങ്ങളാണ്. എല്ലാ ലായനികളും ഏകാത്മക മിശ്രിതങ്ങളാണ്. ഇനി എല്ലാ ലായനികളും ദ്രാവകാവസ്ഥയിലാണ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ? എല്ലാ ലായനികളും ദ്രാവകാവസ്ഥയിലാണ്, അത് തെറ്റാണ്. ഓക്കെ, എല്ലാ ലായനികളും എന്തല്ല? ദ്രാവകാവസ്ഥയിലല്ല. എല്ലാ ലായനികളും ദ്രാവകാവസ്ഥയിൽ അല്ല. ഖരാവസ്ഥയിലും വാതകാവസ്ഥയിലുമുള്ള ലായനികളുണ്ട്. ഓക്കെ, എല്ലാ ലായനികളും ദ്രാവകാവസ്ഥയിലല്ല, ഖരാവസ്ഥയിലും വാതകാവസ്ഥയിലുമുള്ള ലായനികൾ ഉണ്ട്. അതിനൊരു ഉദാഹരണമാണ് നമ്മൾ പറഞ്ഞ ബ്രാസ് എന്തൊക്കെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? സിങ്കും കോപ്പറും കൊണ്ടാണ്. അപ്പോൾ സിങ്കും കോപ്പറും എന്താണ്? ഖരമാണ്. ഓക്കെ, അപ്പോൾ എല്ലാ ലായനികളും ദ്രാവകാവസ്ഥയിലല്ല, ഖരാവസ്ഥയിലുള്ള ലായനിയും ഉണ്ട്, വാതകാവസ്ഥയിലുള്ള ലായനിയും ഉണ്ട്. ഓക്കെ, അപ്പോൾ ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് ലായനി. എല്ലാ മിശ്രിതങ്ങളും ഏകാത്മക മിശ്രിതങ്ങളാണ്. എല്ലാ ലായനികളും ദ്രാവകാവസ്ഥയിൽ അല്ല, ഖരാവസ്ഥയിലും വാതകാവസ്ഥയിലുമുള്ള ലായനികളുണ്ട്. അതിനുദാഹരണമാണ് ബ്രാസ് എന്തൊക്കെ കൊണ്ടാണ്? സിങ്കും കോപ്പറും കൊണ്ടാണ്. ഇനി സംഭാരം എന്തിനുദാഹരണമാണ്? അതായത് ഏകാത്മകമാണോ ഭിന്നാത്മകമാണോ എന്നാണ്. ഓക്കെ, സംഭാരം എന്തിനുദാഹരണമാണ്? ഭിന്നാത്മക മിശ്രിതത്തിന് ഉദാഹരണമാണ്. സംഭാരം ഭിന്നാത്മക മിശ്രിതത്തിന് ഉദാഹരണമാണ്. കലങ്ങിയ വെള്ളം ഏത് ഉപകരണം ഉപയോഗിച്ച് അരിക്കുമ്പോഴാണ് ഏറ്റവും ശുദ്ധമായ ജലം ലഭിക്കുന്നത്? കലങ്ങിയ വെള്ളം ഏത് ഉപകരണം ഉപയോഗിച്ച് അരിക്കുമ്പോഴാണ് ഏറ്റവും ശുദ്ധമായ ജലം ലഭിക്കുന്നത്? ഏതാണ്? ഫിൽട്ടർ പേപ്പർ. ഓക്കെ, കലങ്ങിയ വെള്ളം ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ച് അരിക്കുമ്പോഴാണ് ഏറ്റവും ശുദ്ധമായ ജലം ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ചേർക്കാൻ പിരിക്കുക എന്നുള്ള ചാപ്റ്ററിൽ വരുന്ന പ്രധാനപ്പെട്ട പോയിൻറ്റ്സ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക്